ഈ സാല കപ്പ് നമ്മുടെ RCB അങ്ങനെ വിരാട് കോഹ്ലിയുടെ ആ ഒരു ചേസിംഗിന്റെ മികവിൽ വമ്പൻ വിജയത്തോടുകൂടി IPL 2026 കിരീടം ചൂടിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വിരാട് കോഹ്ലിയുടെ ടീം വിരാട് കോഹ്ലി തന്നെ മുന്നിൽ നിന്ന് പട നയിച്ചുകൊണ്ട് അങ്ങനെ വിജയതീരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് 155 റൺസാണ് നേടിയത്. 155 റൺസ് നേടുമ്പോൾ നമുക്ക് എപ്പോഴും പറയാനുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ശുഭ്മാൻ ഗില്ലും സായി സുദർശനും ഈ ഒരു കൂട്ടുകെട്ട് വീഴിക്കാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമായിരുന്നു. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് പൂ പറിക്കുന്ന പോലെ ശുഭ്മാൻ ഗില്ലിനെയും സായി സുദർശനെയും, അതായത് നമ്മുടെ ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെ ഹേസൽവുഡും പറിച്ചു. പിന്നെ വന്ന ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും നിലയുറപ്പിക്കാൻ പറ്റിയില്ല. ജോസ് ബട്ട്ലറിന് അടിക്കാൻ പറ്റിയില്ല. ആകെ മൊത്തത്തിൽ പിന്നെ തീവാട്ടിയൊക്കെ അടിക്കാൻ പറ്റിയില്ല. ആകെ അടിച്ചത് വാഷിംഗ്ടൺ സുന്ദറാണ്. വാഷിംഗ്ടൺ സുന്ദർ 50 റൺസ് അടിച്ച് ആ ഒരു ലെവലിൽ കളിച്ചത് കൊണ്ട് മാത്രമാണ് 155 റൺസ് എത്തിയത്. ഹേസൽവുഡ് അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ, രക്ഷിത് ഖാൻ അങ്ങനെ ഓരോരുത്തരായിട്ട് വിക്കറ്റ് വീഴ്ച്ചു. ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ IPL RCBയുടെ ഒരു കൂന്തമുന അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് പ്ലെയർ അല്ലെങ്കിൽ കിടുക്കൻ ഒരു പ്ലെയർ എന്ന് പറയുന്നത് കൃണാൽ പാണ്ഡ്യ ആയിരുന്നു. ആകെ ഹാർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ 2 ബ്രദേഴ്സാണ്. അതിൽ കൃണാൽ പാണ്ഡ്യയുടെ കുറെ ചേഷ്ടകളും അല്ലെങ്കിൽ കളിയിലുള്ള അഗ്രസീവ്നെസ്സും എല്ലാം കാണുമ്പോൾ ഇവൻ എന്താണ് കാണിക്കുന്നതെന്ന് തോന്നുമായിരുന്നു. പക്ഷേ പുള്ളി ബാറ്റ് എടുക്കേണ്ട ബാറ്റ് കൊണ്ട് ചെയ്യേണ്ട സമയത്ത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ട് ചെയ്യേണ്ട സമയത്ത് ബോൾ കൊണ്ടും കൃത്യമായ രീതിയിൽ RCB ടീമിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ, ആ ഒരു ചേസിംഗ് മാസ്റ്റർ അങ്ങനെ RCBക്ക് വീണ്ടും ഒരു കപ്പ് നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ കുറിച്ച് എടുത്തു പറയാനാണ്. പർപ്പിൾ ക്യാപ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഭുവനേശ്വർ കുമാർ എന്നാ ഒരു ബോളിംഗ് സ്റ്റൈലാ. 36-ാമത്തെ വയസ്സിലും പുള്ളിയുടെ സ്വിങ്ങിനും അല്ലെ കളിക്കനുസരിച്ച് ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കാനായിട്ട് പുള്ളിക്കാരന് പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓരോ കളിയിലും പുള്ളിക്കാരൻ എടുക്കുന്ന വിക്കറ്റുകൾ വളരെ സുപ്രധാന സമയങ്ങളിലെല്ലാം വിക്കറ്റ് വീഴ്ചുകൊണ്ട് RCBനെ മുന്നിലെത്തിക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. പിന്നെ അതിനകത്ത് പറയാം, രക്ഷിത് ഖാൻ എന്ന് പറയുന്ന ഒരു പുതിയ പയ്യൻ, പുള്ളിയുടെ അടിപൊളിയായിട്ട് പുള്ളി ആദ്യ 11-ൽ ഇല്ലായിരുന്നെങ്കിൽ പിന്നീട് ടീമിൽ വന്ന് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. ഇന്നും 3 വിക്കറ്റ് അദ്ദേഹം നേടി. അതിനകത്ത് എല്ലാം മികച്ച വിക്കറ്റുകളായിരുന്നു. അതിനകത്ത് ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് അദ്ദേഹം വീഴ്ചെന്നാണ് തോന്നുന്നത്. എന്തായാലും ശുഭ്മാൻ ഗില്ലിന്റെ അല്ല, അതിൻ്റെ അകത്ത് പറയാനാണ് ഈ വിക്കറ്റ് വീഴ്ചവരുടെ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം RCB ഇപ്പൊ കളി ജയിച്ചിരിക്കുകയല്ലേ. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വിട്ടുപോയതാണ്. ഞാൻ ഇതെല്ലാം ആവശ്യത്തിൽ പറയുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. RCB അതിനുശേഷം ബാറ്റിങ്ങിന് കയറി. വെങ്കടേഷ് അയ്യരുടെ മികച്ച ബാറ്റിംഗ് തുടക്കത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പടപടയെന്ന് 2-3 വിക്കറ്റ് പോയെങ്കിൽ പോലും വിരാട് കോഹ്ലി എന്ന് പറയുന്ന ചേസിംഗ് മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. തുടക്കം മുതലേ RCBയുടെ ഒരു IPL തുടക്കം പോലെ അവര് പോയിന്റ് ടേബിളിൽ ആദ്യത്തെ 4 ഇടത്തിൽ ഒരിടത്ത് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം RCBയെ പോലൊരു ടീമിനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നതിൽ അവരുടെ ക്യാപ്റ്റനായ കോച്ചായ ആൻഡി ഫ്ലവർ പ്ലസ് നമ്മുടെ ദിനേശ് കാർത്തിക് ആണ് ആ ടീമിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം ഒരു ടീം സെലക്ഷന്റെ സമയത്ത് പോലും ആരെ വേണം എന്നുള്ളൊരിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ അറിവും ആ ഒരു പ്രവൃത്തി പരിചയം, കളിയിലെ ആ ഒരു ഇതെല്ലാം വെച്ച് ഓരോ പ്ലേയേഴ്സിനെ വീക്ഷിച്ചുകൊണ്ട് ആരെ വേണം വേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം ചൂസ് ചെയ്തു ടീമിന് കൊടുത്തു. നല്ല പ്ലേയേഴ്സിനെ ടീമിലേക്ക് കിട്ടി. ഭുവനേശ്വർ കുമാർ ഒക്കെ അങ്ങനെയാണ് ടീമിലെത്തിയത്. ഭുവനേശ്വർ കുമാർ ടീമിലെത്തുമ്പോഴും ടീം മാനേജ്മെന്റിന് ഒരു സംശയം അദ്ദേഹത്തിന്റെ പ്രായം എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്ന ദിനേശ് കാർത്തിക്കാണ് അദ്ദേഹത്തിന്റെ ടീമിലെത്തിച്ചത്. അങ്ങനെ RCB കപ്പടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ആദ്യം മുതലുള്ള സീസണുകളിൽ വിരാട് കോഹ്ലി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന്റെ അണ്ടറിൽ കളിച്ചു വന്നിരുന്ന RCBക്ക് അന്നും ഫാൻസ് ഒരുപാടുണ്ട്. പക്ഷെ എന്നും അവരുടെ ആരാധകർക്ക് നിരാശയായിരുന്നു. കാരണം അവര് ഒരു ഫൈനലുകളിൽ എത്തിയിട്ട് കപ്പടിക്കാത്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 2025-26 2 സീസണുകളിലെ IPL കപ്പ് തൂക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ട സീസണുകളിലെല്ലാം വിരാട് കോഹ്ലി RCBയുടെ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് മറ്റ് ടീമുകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന സൂപ്പർ താരങ്ങളെല്ലാം ടീമുകൾ ഇടയ്ക്ക് മാറുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും RCB എന്ന് പറയുന്ന ടീമിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. എന്നും നല്ല പ്ലേയേഴ്സിനെ തന്നിട്ടുള്ള RCB നമ്മുടെ ക്രിസ് ഗെയിൽ, AB de Villiers തുടങ്ങിയ മുതലായ വമ്പൻ താരങ്ങളൊക്കെ കളിച്ചിട്ടും കപ്പ് കിട്ടാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവര് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു ഭയങ്കര അറ്റാക്കിംഗ് മോഡ്, അഗ്രസീവ് മോഡായിരുന്നു വിരാട് കോഹ്ലിയുടെ അണ്ടറിൽ. പക്ഷെ ഒരിക്കലും അവർക്ക് കപ്പ് നേടാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് കഴിഞ്ഞ സീസണിലും കൂടെ കപ്പ് നേടി അവരുടെ ആ ഒരു കഴിവ് അവർ തെളിയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ടീം യൂണിറ്റി എന്ന് പറയുന്നതാണ്. ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒന്ന്
കോച്ച്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് മുതലായിട്ടുള്ള ഒരു ഗ്യാങ് തന്നെയുണ്ട്. ആ ഗ്യാങ് എല്ലാം കൂടെ ചേർത്ത് ടീമിന് വേണ്ട സപ്പോർട്ട് കൊടുത്തു. ടീമിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പണക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് കളിച്ച് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം അവര് മുന്നിട്ട് തന്നെ നിന്നു. അത് തന്നെയായിരുന്നു ഈ ടീമിന്റെ ഏറ്റവും വലിയ വിജയം. നമുക്കറിയാം, മറ്റ് ടീമുകളെ വെച്ച് നോക്കുവാണെങ്കിൽ മറ്റ് ടീമുകൾ ഇപ്പം മുംബൈ പോലുള്ള ടീമുകൾ വമ്പൻ ടീമാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? ക്യാപ്റ്റൻസി ആണോ അതോ ടീമിലുള്ള പടലപ്പടക്കങ്ങളാണോ എന്നുള്ളതൊക്കെ ഏകദേശം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഒരു ടീമിന് ഒരു കോർഡിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. കളി ജയിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് എന്ന് പറഞ്ഞ ടീം സെമി അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫയർ ആ ഒരു റേഞ്ച് വരെ എത്തിയാണ്. രാജസ്ഥാന് പറ്റിയ ഒരു പ്രശ്നമാണ്, ആദ്യത്തെ 2-3 വിക്കറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യമാണ്. കളിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ ഒരു ടീമിന് എങ്ങനെ കപ്പടിക്കാൻ പറ്റും? അപ്പം രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ആ ഒരു പുത്തൻ താരത്തിനെ വെച്ച് പണിയെടുപ്പിക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അതുവരെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും ആ പയ്യൻ രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി എമർജിംഗ് പ്ലെയർ ആയി, ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായി, ഏറ്റവും കൂടുതൽ 6 IPL നേടുന്ന താരമായി, ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് 1000 മേളിൽ സ്കോർ ചെയ്യുന്ന ആളായി. അങ്ങനെ എന്തെല്ലാം സവിശേഷതകളാണ് ആ പയ്യൻ നേടിയത്. അപ്പോൾ ഭാവിയിലേക്ക് അദ്ദേഹം ഒരു വലിയ ചുവടാണ്. അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ തന്നെ ഒരു വലിയ നോട്ടപ്പുള്ളിയാണ്. കാരണം അദ്ദേഹത്തിന്റെ സമയമാകുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം ആരുടെയോ എതിർപ്പില്ലാതെ ടീമിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സാഹചര്യം. ഇനി ഗുജറാത്ത് ടൈറ്റൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഗുജറാത്ത് ടൈറ്റൻസ് എപ്പോഴും ഒരു ക്രൗഡ് പുള്ളർ ആണോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് കുറെ താല്പര്യക്കുറവുള്ളവരുണ്ട്, എന്നാൽ അവരുടെ ഫാൻസും ഉണ്ട്. ഗുജറാത്തിനെ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതിന്റെ ഒരു കാര്യം, താല്പര്യമില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്, ശുഭ്മാൻ ഗില്ലിനോടുള്ള ഒരു താല്പര്യക്കുറവാണ്. ശുഭ്മാൻ ഗില്ല് എന്ന് പറയുന്ന ഒരു താരത്തിനെ എന്തുകൊണ്ടോ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല, കുറേ ആളുകൾ. കാരണം ഒന്ന്, അദ്ദേഹത്തിന്റെ ചില മറ്റു താരങ്ങളോടുള്ള എതിർപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു സംഭവം. എന്നാലും ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഗുജറാത്ത് ടൈറ്റൻസിന് ഭയങ്കര ഇതായിരുന്നു. വിക്കറ്റ് പറിക്കാൻ ഭയങ്കര പാടായിരുന്നു. ആ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്, സായ് സുദർശൻ ഒരു സമയം വരെ ടോപ്പ്, അതായത് 1ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ ഇതിൽ 1ാം സ്ഥാനത്ത് നിന്നിരുന്നതാണ് സായ് സുദർശൻ. അവിടെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പ്ലെയർ ആണ് അദ്ദേഹത്തിനെ തോൽപ്പിച്ച് 1ാം സ്ഥാനത്ത് എത്തിയത്. പക്ഷെ അതുവരേക്കും ഡോമിനേറ്റ് ചെയ്തിരുന്നത് സായ് സുദർശനാണ്. സായ് സുദർശന്റെ വിക്കറ്റ് വീഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. വിക്കറ്റ് വീഴണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ വിക്കറ്റ് വീഴിക്കണമായിരുന്നു. കഴിഞ്ഞ 2 കളികളിൽ അങ്ങനെയായിരുന്നു. സ്വന്തമായിട്ട് ബാറ്റ് സ്റ്റമ്പിലേക്ക് എറിഞ്ഞ് വിക്കറ്റ് പോകുമായിരുന്നു. അബദ്ധം പറ്റിയതാണ്, തമാശയ്ക്ക് പറഞ്ഞാൽ. എന്തായാലും ഇന്നത്തെ കളി കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. കൂടുതലായിട്ടും അവർക്കെതിരെ ബൗൺസ് ബോളുകളായിരുന്നു, ഷോർട്ട് ബോളുകളാണ് കൂടുതൽ വന്നത്. ആ ബോളുകളിലാണ് ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ സായ് സുദർശനും വീണത്. എന്തായാലും ആര് വീണാലും പോയാലും ആകെ പിടിച്ചു നിന്നത് വാഷിംഗ്ടൺ സുന്ദറാണ്. ബോളിംഗ് സൈഡിലേക്ക് വരികയാണെങ്കിൽ റഷീദ് ഖാൻ ചെറുതായിട്ടൊന്ന് വെല്ലുവിളി ഉയർത്തിയെങ്കിൽ പോലും ചെറിയ സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ, ചേസ് ചെയ്ത് വരാനുണ്ടായിരുന്നു. തുടക്കത്തിൽ വെങ്കടേഷ് അയ്യരുടെ ഒരു ബാറ്റിങ്ങിന്റെ ആവശ്യത്തിനുള്ള ഒരു സ്കോർ കണ്ടെത്താൻ പറ്റിയത് കൊണ്ട് തന്നെ പിന്നീട് വിരാട് കോഹ്ലിക്കും ബാക്കി വന്നവർക്കും ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. പക്ഷേ രജത് പട്ടിദാർ 15 റൺസിന് പോയി. പിന്നെ അധികം ഈ പറയുന്ന പോലെ നമ്മുടെ ടിം ഡേവിഡിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ജയിക്കാനുള്ള സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ, അതായത് ആമ ഓടി 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 നമ്മൾ നമ്മൾ ഈ ഓട്ട മത്സരത്തിന് ജയിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം അങ്ങനെ പതിയെ ഓടിയാൽ മതിയായിരുന്നു, വലിച്ചു വിട്ട് ഓടുന്ന സാഹചര്യം വന്നില്ല അവസാനത്തേക്ക്. കാരണം ആ ഒരു രീതിയിലേക്ക് സ്കോർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിരാട് കോഹ്ലിക്കും ടീമിനും അഭിമാനിക്കാം, വീണ്ടും 2ാമതൊരു കപ്പും കൂടെ നേടിയിരിക്കുകയാണ്. അങ്ങനെ 2026 RCB തൂക്കി.